ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു എല്ലാവർക്കും താല്പര്യമുള്ള ടോപ്പിക്കാണോ എന്നൊന്നും അറിയില്ല. താല്പര്യമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി. യൂട്യൂബിൽ കുറേ ദിവസമായിട്ട് വലിയൊരു അടി നടക്കുന്നുണ്ട്. ആ അടി നമ്മുടെ പുലിക്കുട്ടി ഷഫീന ബീവിയും അതുപോലെ എക്സ് മുസ്ലിം അല്ലെങ്കിൽ എച്ചിൽ മുസ്ലിം എന്നറിയപ്പെടുന്ന ജാമിദ എന്ന സ്ത്രീയും തമ്മിലാണ്. അവരെ എന്ത് അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ടീച്ചറിന് എന്തായാലും വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ ഒരു പേരിന് അവർ ആ പേരിൽ അറിയപ്പെടാൻ അവർക്ക് യോഗ്യതയില്ല. പിന്നെ റമദാൻ മാസം ഒക്കെയാണ്. നമ്മളെ വായിൽ അനാവശ്യമായിട്ടുള്ള അഭിസംബോധനകളും വാക്കുകളൊന്നും വഴങ്ങാത്തതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. തൽക്കാലം ജാമിദ എന്ന സ്ത്രീ മാത്രം, അത്ര മതി. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു അഭിപ്രായം പറയാൻ കയറി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്ത് പറയണം എന്നുള്ളത് എനിക്കും അറിയില്ല. എന്നാലും ഇത് പുറമേ നിന്ന് നോക്കി കാണുന്ന ഒരു തേർഡ് പേഴ്സൺ എന്നുള്ളൊരു നിലയ്ക്ക് എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ 2-3 കാര്യങ്ങൾ അത് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാരണം ആധികാരികമായിട്ട് ഇത്രയും വലിയ കാര്യങ്ങൾ സംസാരിക്കാനുള്ള അറിവും വ്യാപ്തിയും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല. അത്രയും ലെവലിൽ ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. എന്നാലും നമ്മളെ ചെറിയ ബുദ്ധിയിൽ ശ്രീനിവാസൻ ഏതോ ഒരു മൂവിയിൽ പറഞ്ഞ പോലെ നമ്മളെ ചെറിയ ബുദ്ധിയിൽ പിന്നെ തെളിഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. വേറെ ഒന്നല്ല, എനിക്ക് പറയാനുള്ളത് ഷെഫീന ബീബീനോടാണ്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ലെജൻഡാണ്. സാധാരണ സ്ത്രീകൾക്കില്ലാത്ത ഗഡ്സും പവറും വിദ്യാഭ്യാസവും ആത്മധൈര്യവും അങ്ങനെ പലതും ഒരു പ്രസ്ഥാനമാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഈ ജാതി സെപ്റ്റിക് ടാങ്കുകളോടൊക്കെ ഇങ്ങനെ അവരുടെ പിറകെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആ സമയം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുകയാണ്. നിങ്ങൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. എന്നാൽ പോലും നിങ്ങളിപ്പോൾ ഇവരെ എന്താ പറയുക, മാമോദീസം മുക്കി കുളിപ്പിച്ച് നന്നാക്കി എടുത്തതുകൊണ്ട് ഇവർ നന്നാവുന്നോ, ഇവരെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കയറി വരുന്നു, അല്ലെങ്കിൽ ഇവരുടെ ചരിത്രവും ബാക്കിയുള്ള കാര്യങ്ങളും മുഴുവനും വേരോടെ പിഴുതെടുത്ത് കൊണ്ടുവന്ന് ആ മാലിന്യം മുഴുവനും ഇവരുടെ തലയിൽ കൂടെ കൊണ്ടുപോയിട്ടാലും ഇവർക്കത് എന്താ പറയുക യാഡ്ലി ലണ്ടൻ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുള്ളൂ. കാരണം അതിനെക്കാട്ടിലും വലിയ മാലിന്യത്തിലാണ് അവർ ഓൾറെഡി ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. പിന്നെ അത് അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂടെ കൊണ്ടുപോയി വാരി അവരുടെ തലയിൽ കൂടെ അഭിഷേകം ചെയ്താലും അവർക്കെന്തില്ല, അവരുടെ രോമത്ത് പോലും ഏൽക്കില്ല. ഈ ആകെ മുങ്ങിയാൽ കുളിരില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ കുറച്ച് കാണാൻ വേണ്ടിയിട്ടോ ഒരിക്കലും പറയുന്നതായിട്ട് തോന്നരുത്. പക്ഷേ നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയം, നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ബാലയുടെയും എലിസബത്തിൻ്റെ ഒരു വിഷയത്തിൽ സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു എലിസബത്തിന് വേണ്ടിയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും, എലിസബത്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ സഹായം കൊടുക്കും. എല്ലാവരും സപ്പോർട്ട് എലിസബത്ത് പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യും എന്ന് പറയാൻ ഷഫീന ബീവിക്കേ പറ്റുള്ളൂ. എന്ന് ഷഫീന ബീവി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ പല കാര്യങ്ങളും ചെയ്യാൻ, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളെ സംരക്ഷിക്കാൻ, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ, ബാക്കിയുള്ള പല കാര്യങ്ങളിലും നിയമയുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെ പറയുമ്പോൾ മതത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും പലപ്പോഴും കഴിയാറില്ല. ആ സ്ഥാനത്താണ് ഷഫീന ബീവി എന്താക്കുന്നത്, ഈ മതത്തിനെ കൊത്തിപ്പറിക്കാൻ വരുന്നവരുടെ പേരിൽ യുദ്ധം ചെയ്യുകയും അവരോട് പ്രതികരിക്കുകയും അവർക്ക് വേണ്ട മറുപടി കൊടുക്കുകയും എല്ലാം ചെയ്യുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ഷഫീന ബീവിക്ക് ചെയ്യാനുണ്ട്. ഈ ജാതി പേപ്പട്ടികളോടൊക്കെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ, പേപ്പട്ടികളുടെ സ്വഭാവം അറിയാലോ, അവർക്ക് പേ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ തലച്ചോറിൽ ഈ ഒരു പേയുടെ ആ ഒരു വൈറസ് നിറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും കാലം ഭക്ഷണം കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് സ്നേഹിച്ച് വളർത്തി വീട്ടുകാരെ വരെ കടിക്കും. കാരണം അവർക്ക് തിരിച്ചറിവില്ല. അതേ സെയിം സിറ്റുവേഷനാണ് ഈ ജാമിദയുടെ കേസിലൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള പേപ്പട്ടികളുടെ പുറകെ പോയി നിങ്ങളുടെ വിലപ്പെട്ട സമയവും നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പണവും ബാക്കിയുള്ള കാര്യങ്ങളും അത് നശിപ്പിച്ച് കളയരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഞങ്ങൾക്കൊന്നും പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞങ്ങൾക്കൊക്കെ ചെയ്യുന്നതിന് പലതിനും ഞങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. പല പരിമിതികളുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങൾക്ക് കുടുംബ സപ്പോർട്ടുണ്ട്, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, നിങ്ങൾക്ക് ധൈര്യമുണ്ട്, നിങ്ങൾക്ക് അറിവുണ്ട്, നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാനുള്ള മനസ്സുണ്ട്. എങ്ങനെ എപ്പം ചെയ്യണം, എങ്ങനെ ആരോട് എങ്ങനെ പെരുമാറണം, സംസാരിക്കണം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരാൾ പോവണ്ട എന്ന് പറയാൻ ഞാനാളല്ല. എന്നാൽ പോലും ഇനിയും ഇവരുടെ പുറകെ
പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങേപ്പുറത്ത് ചെയ്യാനുള്ള പല കാര്യങ്ങളും നിങ്ങൾ മാറ്റി വെച്ചിട്ട് പോകുമ്പം ഒരുപാട് നല്ല 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 കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിനുള്ള സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും നിങ്ങളുടെ സഹായവും പിന്നെ പിന്തുണയും ആഗ്രഹിക്കുന്ന പലർക്കും അത് കിട്ടാതെ പോവുകയാണ് ചെയ്യുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പേപ്പട്ടികളാണ്. അപ്പോൾ അവർ വെടിവെച്ച് കൊല്ലുക എന്നല്ലാതെ അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നന്നാക്കി എടുക്കാമെന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റാണ്, എന്താ പറയുക, അല്ലാതെ ഷെഫീന ബീവി ഇങ്ങനെ ചെയ്ത് അത് പറയാൻ നമ്മൾ ആരുമല്ല, അങ്ങനെ പറയാൻ എനിക്ക് പറ്റിയില്ല. എന്നാൽ പോലും ഈ സെപ്റ്റിക് ടാങ്കുകളിൽ കിടന്ന് ഞൊളയ്ക്കുന്ന പുഴുക്കളോട് അവർക്ക് അർഹിക്കുന്ന അവഗണനയും പുച്ഛവും കൊടുത്ത് അവരെ മാറ്റി നിർത്തുക എന്നല്ലാതെ നിങ്ങൾ ഇതിൻ്റെ പുറകെ പോയി നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ വിലപ്പെട്ട ബാക്കിയുള്ള ജീവിതത്തിൻ്റെ കുറേ നിമിഷങ്ങളും കളയുന്നതിനോട് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, വേറെ ഇപ്പുറത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാം. അപ്പം ഞാനിത് പറഞ്ഞതിന് ഷെഫീന ബീവിക്ക് എന്നോട് വിരോധമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ തോന്നരുത്. ഇത്താ, നിങ്ങളൊരു നല്ല വ്യക്തിയാണ്, അത് തിരിച്ചറിഞ്ഞതുകൊണ്ടും ഇങ്ങനെയുള്ള പേപ്പർട്ടികളുടെ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിൽ ഞൊളയ്ക്കുന്ന പുഴുക്കളുടെ പുറകെ പോകാനുള്ളതല്ല നിങ്ങളുടെ സമയം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇത് ആ രീതിയിൽ തന്നെ എടുക്കണം. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ കണ്ടൻറ്റിലോ ബാക്കിയുള്ള കാര്യങ്ങളിലോ എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയാം. പറ്റുന്ന കമൻറ്റിനൊക്കെ ഈ ഇടയായിട്ട് ഒരുപാട് കമൻറ്റ് വരുന്നതുകൊണ്ട് എല്ലാ കമൻറ്റിനും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാലും പറ്റും പോലെയൊക്കെ റിപ്ലൈ തരാം. എല്ലാ കമൻറ്റും വായിക്കും, വായിക്കാതെ ഒറ്റ കമൻറ്റും വിടില്ല. അപ്പം എല്ലാവരോടും